ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ താളും പൂളയും മീൻകറിയൊക്കെയാണ് വെക്കുന്നത്. അതിന് താള് ചെറുതായിട്ട് മുറിച്ചിടുകയാണ്. പൂളയും മീനും താളൊക്കെ ഞാൻ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള പിന്നെ ചെറിയുള്ളി കാന്താരിയും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കല അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കിയ താളുകൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അത് മൂടി വെച്ച് അടുത്തതായിട്ട് കപ്പ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. കപ്പ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ ഉപ്പ് ഇട്ടിട്ട് കുക്കറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് 4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ചെറുതാക്കി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ അരച്ചിട്ടാണ് കേട്ടോ കറിയിലേക്ക് വെക്കൽ. പിന്നെ അങ്ങനെ ആകുമ്പോൾ വേസ്റ്റൊന്നും ഉണ്ടാവില്ലല്ലോ. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത് വറുക്കാനുള്ള മീൻ റെഡിയാക്കി വെക്കുക. വറുക്കാനുള്ള മീൻ ഒക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് വരിഞ്ഞ് വെക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ തലയും മീനിൻ്റെ ഇണറും എടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിനുള്ളതൊക്കെ അരിഞ്ഞ് ഒരു സൈഡിലേക്ക് വെച്ച് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കഴുകി വെച്ച മീൻ മിക്സ് ചെയ്ത ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ മീൻ ആദ്യം മസാല തേച്ച് വെച്ച് പിന്നെ അതിൻ്റെ തലയും തേച്ച് ഒരു സൈഡിലേക്ക് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഇണറെടുത്തിട്ട് എല്ലാം പെരക്കി വെക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് താള് വെന്തോ നോക്കാം. താള ഏകദേശം വെന്ത് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് ഗ്യാസുമ്മലേക്ക് മീൻ പൊരിക്കാനുള്ള സെറ്റാക്കാം. അതിലേക്ക് 2 കറിവേപ്പിലിട്ട് അതിൻ്റെ മേലേക്ക് ഞാൻ മീൻ പൊരിക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ മീനുകളായിട്ട് ഞാൻ അതിലേക്ക് ചേർത്തിട്ടെടുക്കുകയാണ്. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ കപ്പ വെന്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കപ്പ വെന്ത് അതിലെ വെള്ളമൊക്കെ ഊറ്റി കളയുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അത് നല്ല രീതിക്ക് ഉടച്ച് ഒരു ഇതുമില്ലാണ്ട് നല്ല ഉടച്ച് കഴിഞ്ഞിട്ട് നമുക്കതൊരു സൈഡിലേക്ക് വെക്കാം. ഇത് തൂമിക്കാനുള്ള കാന്താരി ചെറിയുള്ളി ഞാൻ അതും ചതച്ച് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ മത്തി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഓരോന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് പിന്നെ അതിൻ്റെ തല പൊരിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായതുകൊണ്ട് ചട്ടി ഇച്ചിരി തിരിച്ച് വെച്ചിരിക്കുകയാണ്. തിരിച്ച് വെച്ചതിന് ശേഷം എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ആ നേരം കൊണ്ട് നമ്മൾ താള് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് കുത്തി ഉടയ്ക്കുകയാണ് കേട്ടോ. കുത്തി ഉടച്ചതിന് ശേഷം ഇതാ മീനും ഒരു സൈഡ് മുരിഞ്ഞ് വരുന്നുണ്ട്. നമുക്കിനി അത് അപ്പുറ സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതിന് ശേഷം പിന്നെ നമുക്ക് താളിലേക്ക് ഇച്ചിരി പുളി പിഴിഞ്ഞ് കൊടുക്കുക. കുറച്ച് പുളി നന്നായിട്ട് പിഴിഞ്ഞ് കൊടുക്കുക. അതിന് ശേഷം കപ്പ ഉടച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച തല മുരിഞ്ഞുണ്ട് അത് മാറ്റി കുറച്ച് എണ്ണയും കൂടി വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള മീനിൻ്റെ ഇണറുകൾ നമുക്ക് പൊരിക്കാൻ വെക്കാം. അത് പൊരിക്കാൻ വേണ്ടി കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് ഇണറുകൾ കുറച്ചായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
എണറുകൾ നന്നായി പരത്തി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് ഇറക്കി വെച്ച് തൂമിക്കാനുള്ള ചട്ടി എടുത്ത് വെക്കുകയാണ്. എണർ പൊട്ടി തെറിക്കാണ്ടിരിക്കാൻ നമ്മളൊരു പാത്രം കൊണ്ട് മൂടിയിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ കമ്മിലേക്ക് നമ്മൾ കടുക് ഇട്ടു. പിന്നെ കറിവേപ്പിലയും വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളകും കൂടി കാന്താരിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തൂമിച്ച് താളിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് മീൻകറിയും കൂടി വെക്കണം. മീൻകറി വെക്കാനായിട്ട് ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഉലുവ പൊട്ടിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചേരുവകളൊക്കെ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ശേഷം നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കുക. 2 കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പും മഞ്ഞൾ, മുളക് പൊടി എല്ലാം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് എരിവ് വേണം, അതുകൊണ്ട് 2-3 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുടംപുളി ഇട്ടതിന് ശേഷം നന്നായിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മീൻ ഓരോന്നായിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അത് വേവാനായിട്ട് മൂടി വെക്കുക. ഇപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നോക്കുമ്പോൾ മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇറക്കാൻ നേരത്താണ്, കറി ഇറക്കാൻ നേരത്താണ് കേട്ടോ ഞാനതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കൽ. ആദ്യം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കലില്ല. മീൻ കറിക്ക് അങ്ങനെയാണ് ടേസ്റ്റ്. ഇറക്കാൻ നേരത്ത് നമ്മൾ 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് അത് ഇറക്കി വെക്കാം കേട്ടോ. അടുക്കള പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്ത് നല്ല മഴയാണ്. ഈ നല്ല മഴയത്ത് നമുക്ക് ചൂടോടുകൂടി ചോറും നമ്മൾ മീൻ കറി, മീൻ പൊരിച്ചതും താളും പൂളും ഇട്ട് വെച്ചത് കഴിക്കാം.